ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ കറിയാണ്. പച്ച തക്കാളിക്കായും ചെമ്മീനും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 ചെറിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ തക്കാളി വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3-4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമ്മുടെ പച്ചത്തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. ഈ ചെമ്മീനിട്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ വേണമെങ്കിൽ മിക്സിയിൽ ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരയ്ക്കാം. അങ്ങനെ ആവുമ്പോൾ മിക്സിയിലൊക്കെ ആ കളറ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വേവിക്കുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ചേർത്തിരിക്കുന്ന പെരിഞ്ജീരകത്തിന്റെയും പച്ചമുളകിന്റെയും എല്ലാം പച്ചച്ചോവയൊന്നും മാറിക്കിട്ടണം. അതിനുവേണ്ടി നമുക്കിതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റോളം തിളപ്പിച്ചാൽ മതി. കൂടുതലായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുവരെയായിട്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വീണ്ടും ഇളക്കി കൊടുക്കാം. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടുതലായിട്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് കേടുകൂടാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിന്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നല്ല ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു കണ്ടെയ്നറിന്റെ അകത്ത് ടിഷ്യൂ പേപ്പർ നിരത്തിയിട്ട് അതില് ഈ പച്ചമുളക് ഇട്ട് വെച്ചാൽ കുറെ ദിവസം കേടാകാതെ ഇരിക്കും. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ആ കറിക്ക് ഒരു ഇച്ചിരൂടെ കളർ കിട്ടാൻ വേണ്ടിയാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ പച്ചത്തക്കാളിയും ചെമ്മീനും കൂടെ ചേർത്തിട്ടുള്ള കറി റെഡിയായി. ഇത് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കറിയാണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്